ഹലോ ഗൈസ്, ഇന്ന് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ. ഇന്ന് നമ്മളുടെ ലേറ്റായ ഓണം പരിപാടിയാണെന്ന്. ഓണം കോസ്റ്റ്യൂമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് എവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് കോസ്റ്റ്യൂമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ്. ആദ്യമായി സാരി എടുക്കുന്നതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും എനിക്കുണ്ട്. ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. ഇത് എവിടുന്നാണ് ഈ ലൈറ്റ്? ഒരു വൃത്തികെട്ട ലൈറ്റ്. സോ നമ്മൾ ഇന്ന് എവിടെ സ്പോട്ട്? ഇത് ഒരു കോളേജിന്റെ ഓടിച്ചോടത്തില്ല. നമ്മള് എന്താ ടിക്കറ്റ് ഒക്കെ എടുത്തിക്കണോ? ഒരാൾക്ക് എത്ര? 25 $25 ഒരാൾക്ക് കേട്ടോ. ആണ് നമ്മൾ രണ്ടുപേർക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത്. നമ്മൾ വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും ഇല്ലല്ലോ. നമ്മൾ ജസ്റ്റ് പോവുക, സദ്യ കഴിക്കുക, പോരുക, അത്ര പരിപാടിയുള്ളൂ. ഒന്നാമത് ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ടും അല്ല, കാക്കും ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ടും അല്ല. അപ്പോൾ ഈ അറിയാത്ത ആൾക്കാരെ കൂടെ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. നമ്മൾ ഫാമിലിന്റെ കൂടെ ഉണ്ടാവുന്ന പോലെ അല്ലല്ലോ. ഞാൻ അറിയുന്ന ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കണ പോലെ അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കാറില്ല കേട്ടോ. അത് എന്നെ അറിയുന്നവർക്കറിയാം. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് മിണ്ടിയാൽ ഞാൻ നന്നായിട്ട് മിണ്ടും. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇടിച്ചു കയറി മിണ്ടാൻ എനിക്ക് ചില സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എങ്ങനെയാണ് ആളുകൾ ഉണ്ടാവുക നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയാ, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. 2 മണിക്ക് സദ്യ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, ഡോർ ക്ലോസ് ചെയ്യും പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് പോണത് തന്നെ 1:57 പിന്നെ ഇവിടുന്ന് വലിയ ദൂരമല്ലാന്ന് തോന്നുന്നു. ആകെ ഒരു 10 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ. പക്ഷേ പോയി നോക്കാം. ഒരുപാട് സംഭവങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിക്കോളന്നില്ല. കാരണം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സദ്യ കഴിക്കാനാണ് മെയിനായിട്ട് ഇത്രയും ചരിത്ര നാടകത്തിൻ്റെ വേഷമൊക്കെ കിട്ടിപ്പോണത്. സത്യം പറഞ്ഞാൽ പിന്നെ ഒരാഗ്രഹം അല്ലേ, നമ്മൾ നാട്ടുത്തോണത്തിൻ്റെ അത്രയൊന്നും എന്തായാലും വരില്ല. പക്ഷേ ലെറ്റ്സ് സീ എങ്ങനെ ഉണ്ടാവും. എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ ഓണാണ്. സത്യത്തിൽ എനിക്കിവിടെ ഒരു ഓണം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കാക്കു എന്തെങ്ങനെ ബിംബമായിരിക്കണം എന്തേലും പറയും. പിന്നെ കാക്കുവാണ് ഈ ഓണത്തിന് സദ്യ കഴിക്കണം എന്ന് പറഞ്ഞു കണ്ട് ഓണത്തിന് ബുക്ക് ചെയ്ത് കണ്ട് ഇതാക്കിയത് കേട്ടോ. എനിക്കറിയില്ല എന്താ സംഭവം. സദ്യ രസമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാല്ലേ കാക്കു? ഞാൻ ഇത്രയും കാലമായിട്ട് 6 വർഷമായിട്ട് അവിടെ ഓണപരിപാടിക്കും പോയിട്ടില്ല. ഇവിടെ അതിന്റെ തെറ്റാണോ? 22 വർഷമായിട്ട് നാട്ടിലും പോയിട്ടില്ല. വിളിച്ചാ പോയി പായസം കുടിക്കും പോകുന്നു, അത്രേ ഉള്ളൂ. എനിക്കും ഭയങ്കര ഓണം മെമ്മറീസ് ഒന്നുമില്ല. പക്ഷെ ലാസ്റ്റത്തെ ഓണം ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങള് ക്യാമ്പ് ഇൻഡെയിൽസിന്റെ ടീമിന്റെ കൂടെ ഞങ്ങള് കാസർഗോഡ് ഒരു വലിയൊരു ഇതൊരു തറവാട്ടിലൊക്കെയാണ് ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു 1.5 ഓണമായിരുന്നു എനിക്ക്. എൻ്റെ ഏറ്റവും നല്ല ഓണം അതായിരുന്നു. പ്രാവശ്യം പിന്നെ നമ്മളെ വീട്ടില് ഫാമിലി എല്ലാവരും ആഘോഷിച്ചിരുന്നു. നമുക്ക് പിന്നെ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പിന്നെ ഇവിടെ നമ്മളൊരു കുഞ്ഞി ഓണം, ചെറിയ ഓണം, ഇതൊരു വലിയൊരു ഇൻട്രൊഡക്ഷൻ ആയിപ്പോയില്ലേ. നന്ദി, നമസ്കാരം, നിർത്തുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ അത് കാണിച്ചിരുന്നു. ഓക്കെ, ബൈ. വണ്ടിയാളും ആൾക്കാരൊക്കെ കാണാനുണ്ടോ? വരുന്നുള്ളൂ തോന്നുന്നു. ഈ ടീമൊക്കെ ഇപ്പൊ വരിക ആൾക്കാരല്ലല്ലോ, വേറെ ഏതോ നാട്ടിലത്തെ ആൾക്കാരാ. എനിക്കെന്തോ എന്നെ ആദ്യമായിട്ട് പുതിയ ഏതോ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ കൊണ്ടുപോകണ മാതിരി ഒരു ഫീല്. എനിക്കിഷ്ടല്ല അങ്ങനെ അറിയാത്ത സ്ഥലത്ത് കൊണ്ടുപോകും. നമ്മൾ കുറച്ച് മലയാളം ടീംസിനെ നമുക്ക് കണ്ടുകിട്ടിയിരിക്കുന്നു. അയ്യോ, ഇനിയിപ്പോ എന്താ? ഇതാണ് നമ്മളുടെ ഓഡിറ്റോറിയത്തിലാണ് ഇത്. ഞാൻ നാളൊരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടല്ലോ ഈ കോളേജ്. അത് എങ്ങോട്ട് പോയപ്പോഴേ നമ്മള് പഠിച്ചറബേ വയ്യ. എന്താ പറയണത്? എന്താ മറുപടി? എന്താ വെച്ച് കഴിഞ്ഞാലേ ഈ കോളേജ് അതിന് മുന്നോട്ട് കാണിക്കണത് ഏത് വീഡിയോയിലാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് നമ്മളെ പരിപാടി ഉള്ളത്. ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാക്കു പറഞ്ഞു തീരെ ആളുണ്ടാവില്ല. ഞാൻ അപ്പം തന്നെ പറഞ്ഞത് ആളുണ്ടാവുന്നു. മെയിൻ തിങ് എന്താണെന്ന് അറിയാം ഗൈസ്, ഡ്രസ് കോഡൊക്കെ ഉണ്ട് ഇവിടെ. പൂക്കളുള്ള കുപ്പായുള്ള ഡ്രസ് കോഡ് ഇട്ടുകൊണ്ട് ഞാൻ 2-3 ആളെ കണ്ടു. ആണെങ്കിൽ ഓല് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, അറിയില്ല. എനിക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ മാക്സിമം ക്ലിപ്പ് എടുക്കണ്ടേ. എനിക്ക് ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കും നമ്മൾ വീഡിയോ എടുക്കും. അപ്പോൾ അത്രത്തോളം കംഫർട്ട് ആയിട്ടില്ല ഞാൻ അങ്ങനെ പബ്ലിക്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ. കിട്ടുന്നതൊക്കെ ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. മിക്കവാറും വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും പ്രാവശ്യത്തെ വീഡിയോക്ക്. കാരണം
കേൾക്കാനൊന്നും ചാൻസ് ഇല്ല, ക്ലാരിറ്റി ഒക്കെ ഭയങ്കര കുറവായിരിക്കും. എന്തായാലും നമ്മൾ പാർക്ക് ചെയ്ത് പോയോക്കട്ടെ. സാരി ഒന്ന് അവിടെ എത്തുമ്പോഴത്തേന് അഴിയാ എന്നാ മതി. ഈശ്വര, മിക്കവാറും ഈ തുണി എനിക്കൊരു പണിയാവും. അയ്യോ, ഞാൻ പറഞ്ഞതാണ് ഒരു ബെൽറ്റ് എടുത്ത് കെട്ടാൻ, വെറുതെ ആവേശം കൂടി. മടക്കാൻ അറിയാത്തവനാണോ ഈ സിംസാർ? ചാവിയോ? വണ്ടി ലോക്ക്. നല്ല കാറ്റാണ്. ആക്ച്വലി കുറേ ആൾക്കാർ പോയി തുടങ്ങിട്ടോ. കാരണം ഈ കൾച്ചറൽ പ്രോഗ്രാംസിനൊക്കെ വന്നോലെ പരിപാടി കഴിഞ്ഞ് ഫുഡും കഴിച്ച് പോയി എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് എങ്ങനെ അറിയാം? കാക്കുൻ്റെ അടുത്തല്ലേ ചാവി. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. സത്യത്തിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും ഇത്രത്തോളം ആളുകൾ ഉണ്ടാകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര റഷ് ആയിരുന്നു, അത്യാവശ്യം നല്ല റഷ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മൾ മലയാളീസ് മാത്രമല്ല, പുറത്തുനിന്നുള്ളവരും എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവരും നമ്മളെ കേരള സ്റ്റൈൽ ഡ്രസ്സ് ഇട്ടോലും അല്ലാത്തോലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പാക്കേജ് ആയിരുന്നു, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു. എനിക്ക് സത്യത്തിലും ഒരു നാട്ടിലെത്തിയ ഫീൽ ആയിരുന്നു അവിടെ എത്തിയപ്പോൾ. മലയാളം സംസാരിക്കുന്നവരും തമിഴ് സംസാരിക്കുന്നവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ. നമ്മൾ അവിടെ കണ്ട തിരക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞവരും ഫുഡ് കഴിക്കാനുള്ളവരുടെ ഒക്കെ ഒരു തിരക്കായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിലാണ് അവർ ഫുഡിൻ്റെ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളതും. അവിടെ പാട്ടും പരിപാടിയും കൂത്തും എല്ലാ സംഭവങ്ങളും ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് പെട്ടെന്നൊക്കെ എന്താ പറയുക, നമ്മളൊരു കോളേജും നാട്ടിലത്തെ ഒരു ഓണത്തിൻ്റെ ഒക്കെ ഒരു സംഭവം വന്നു. എനിക്കെന്തോ സങ്കടവും വരിക സന്തോഷം വരിക, അങ്ങനത്തെ ഒരു മൊമെൻറ്റ് കേട്ടോ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്ക് നിന്നു. നമുക്ക് ആദ്യം തന്നെ അച്ചാറാണ് കിട്ടിയത്. പൊതുവെ ഉപ്പല്ലേ വിളമ്പാറ് സദ്യയിൽ ഫസ്റ്റ്? അതൊന്നും എനിക്കറിയില്ല. അവിടെ മൊത്തത്തിൽ മെസ്സായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ആളുകൾ വന്നപ്പോൾ ഒരുവിധം എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കോർഡിനേഷൻ ചെറുതായിട്ട് കയ്യിൽ നിന്ന് പളിയ പോലെ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം കുറേ ഐറ്റം കിട്ടുന്നുണ്ട്, കുറേ ഐറ്റം കിട്ടുന്നില്ല. നമുക്ക് ചിലതൊക്കെ ഇവിടുന്ന് ഓരോരുത്തർ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ഓരോന്ന് തന്നത്. കാരണം നമുക്ക് ആരും പരിചയമില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരുവിധമൊക്കെ ഐറ്റംസൊക്കെ വന്നപ്പോൾ നമുക്ക് ചോറ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ കാക്കു ഞാൻ അടുത്തേലും പോയി ചോദിക്കട്ടെ പറഞ്ഞ് നിൽക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ചോറ് തീർന്നു പോയതാണോ എന്താണെന്നറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചോറ് കിട്ടി. ഫുഡൊക്കെ അത്യാവശ്യം നല്ലതിനും. പിന്നെ ചോറ് കഴിച്ചൊരു പകുതിയൊക്കെ ആയിട്ടാണ് പിന്നെയും കുറേ ഐറ്റംസൊക്കെ നമുക്ക് കിട്ടിയത് കേട്ടോ. ചില ഉപ്പേരികളും മോരും രസമൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തീരാനാവുന്ന സമയത്തേക്കാണ് കിട്ടിയത്. ഞാൻ പിന്നെ അത്യാവശ്യം നന്നായിട്ട് ആർമാദിച്ച് കഴിച്ചു. കാരണം ഒരു കേരള ഫുഡ് എന്ന് പറയുമ്പോൾ മൂഡ് ഭയങ്കര അടിപൊളിയല്ലേ. പിന്നെ എനിക്ക് ചെക്കന്മാരൊക്കെ തുള്ളണ കണ്ടിട്ട് എനിക്കെൻ്റെ കൈയൊക്കെ ഇങ്ങനെ തരിക്കാനും എനിക്ക് അവിടെ പോയിട്ട് തുള്ളാൻ. പക്ഷേ എന്താ ചെയ്യാം, നമ്മളെ ഒരുപാട് പ്രായം കൂടി എന്ന് എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായി ആ സമയത്ത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർക്കല്ല ആ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ വന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ അത്യാവശ്യം അവിടെ നിന്ന് റെസ്റ്റൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം കുറച്ച് അധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. കാരണം അത്യാവശ്യം നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്ത് അവിടെ നിന്നു. ഇനി നിന്നാൽ കൂടുതൽ ഫോട്ടോ എടുക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് ഓടി രക്ഷപ്പെടുന്ന കാക്കുനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാക്കു വേണ്ട, വല്ലാത്തൊരു തുണി. സോ നമ്മൾ ഓണം പരിപാടിയൊക്കെ കഴിഞ്ഞു തിരിച്ചു പോവുകയാണ്. എന്താ പറയുക, സത്യത്തിൽ വലിയ പരിപാടിയായിരുന്നു അല്ലേ? കാക്കു കരുതിയില്ലല്ലോ ഇത്രയും വലിയ പരിപാടി? ഇത്ര വലിയ പരിപാടിയൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഞാൻ എന്താ വെച്ചാൽ ഇവിടെ 2 സംഘടന ഉണ്ട്. ഒന്ന് മോൺട്രിയൽ മലയാളി അസോസിയേഷൻ അമ്മ എന്ന് പറയും. 2 MAQ ക്യൂബക് മോൺട്രിയൽ മലയാളി അസോസിയേഷൻ. അപ്പോൾ ഈ 2 അസോസിയേഷൻ ഉണ്ടായതുകൊണ്ട് ആദ്യത്തെ അസോസിയേഷൻ അമ്മ അത്യാവശ്യം നല്ല അസോസിയേഷൻ ആണ് ഇവിടെ. അപ്പോൾ ഇത് അത്ര ഒരു പരിപാടി അത്ര വലിയൊരു പരിപാടി ആവുമെന്ന് ഞാനും കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്. എന്താ നല്ലോണം ആളുണ്ട്. കാക്കുനോട് പറഞ്ഞു ചിലപ്പോ 1-2 ആളൊക്കെ ഉണ്ടാവുള്ളൂ, നമ്മളെന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്യാവശ്യം നല്ല ആളുണ്ടായിട്ടോ. എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാലേ ഈ മറ്റേ കായില്ലാത്ത ഇറച്ചിക്കൊണ്ടൊരു പരിപാടി ഉണ്ടല്ലോ, എനിക്കതാണ് തോന്നിയത്. എന്താ ആരും അറിയില്ല, ഒരു മനുഷ്യനെ അറിയില്ല, ആരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കണില്ല, നമ്മൾ അങ്ങോട്ടും പോയി സംസാരിക്കണില്ല ആരടുത്തും.
അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പ്. എന്താ കൊറേ ആളും ഫുഡും പാട്ടും പരിപാടിയും എല്ലാ സംഭവവും ഉണ്ട്. പക്ഷെ നമുക്ക് ആരും അറിയില്ല, നമ്മളെങ്ങോട്ടും ആർക്കും അറിയില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മള് എന്താ ഇപ്പൊ ചെയ്യാ, അവിടെ ചെന്നപ്പോ ഇനി എന്താ മിണ്ട്, ആരുടെ എന്താ ചോദിക്കാന്ന് അറിയാത്തൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിനു. ഉണ്ടായിക്കോ. ഞാനൊരു ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോയതാണ്. ഫുഡ് കഴിക്കാൻ പോരാന്നുള്ളൊരു പായസം, 4 ഗ്ലാസ് പായസം കുടിച്ചു, സന്തോഷമായി. ഇന്ന് പോയി ഉറങ്ങണം, അത്ര എന്റെ ഉദ്ദേശമുള്ളൂ. അതെ, കാക്കൂന്റെ ഉദ്ദേശം നടന്നു. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഓല ഇങ്ങനെ പാട്ടും പാടണം, ഭയങ്കരമായിട്ട് പാട്ട് പാടുക, ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഒരു വിഷമം തോന്നല്. അതിന് എനിക്ക് നമ്മളാരും അറിയാത്തോടത്ത് പോയിട്ട് എന്ത് കളിക്കാനാ? അങ്ങനെ അറിയണ്ട. നമ്മളിപ്പോ കോളേജിലായിക്കോട്ടെ, ഇനിയിപ്പോ വേറെ നമ്മള് പ്രോഗ്രാമിന് അങ്ങനെ പോകണായിക്കോട്ടെ, നമ്മളെ കാര്യം മെയിന്. അപ്പൊ നമ്മളിങ്ങനെ അതാണ് എനിക്ക് മെയിൻ ആവാൻ പറ്റില്ല. നമ്മളെന്താ വെച്ചാൽ എല്ലാ ഒരുവിധ പരിപാടിയൊക്കെ കോർഡിനേഷൻ ഒക്കെ ചെയ്ത് കൊണ്ടെടുക്കണോണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവും എന്താ എങ്ങനെ ഈ പരിപാടി എന്നുള്ളത്. പക്ഷെ ഇത് എനിക്ക് ആ ഒരു സാധനം എനിക്ക് കിട്ടില്ല. അപ്പൊ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ. ഇതിപ്പോ എന്തായത്? പക്ഷെ എനിക്കെന്താ വെച്ചാൽ ഫുഡും പരിപാടിയൊക്കെ രസമാണ്. പക്ഷെ ഞാൻ ഒരു ഫുൾഫിൽ ആയില്ല എന്ന് പറയാം. പിന്നെ ഈ ക്യാമ്പസും പരിപാടിയൊക്കെ രസമുണ്ടായിരുന്നു കേട്ടോ. ആളുകൾ എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ ഗ്യാങ്ങായി ഒരുമിച്ച് പഠിക്കണോലും ഒരേ അപ്പാർട്ട്മെന്റിലുള്ളോലും അങ്ങനെ ഒരുപാട് അറിയണ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ഞാൻ പറയാൻ വന്ന ഫ്ലോ പോയി. എന്താ ഞാൻ പറഞ്ഞോണ്ട് എന്തിന് എന്താ കാക്കും ഇങ്ങനെ തള്ളണത്? അപ്പൊ അതാണ് സംഭവം. ഇതിനെയും കൊണ്ടൊക്കെ അല്ലേ ഒരു ബൈക്ക് പോരുന്നത്. അപ്പൊ കുഴപ്പമൊന്നുണ്ടല്ലോ, വലിയ പരിപാടിക്കായിരുന്നു. എനിക്ക് തോന്നുന്ന ഞങ്ങള് കുറച്ച് സംഘങ്ങളെ കൂട്ടി വരണ്ടീനും. അപ്പൊ ഞങ്ങൾ അറിയണ കുറച്ച് ആൾക്കാരും നമ്മൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നതിനെ കുറച്ചും കൂടി വൈബായിരുന്നു. പക്ഷെ പരിപാടിയൊക്കെ അടിപൊളി. നമ്മളിപ്പോ ഞാനൊക്കെ ഇവിടെ പുതിയതല്ലേ, കുറച്ച് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഒന്നുകൂടി സെറ്റപ്പ് ആക്കി ചെയ്യാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് യാ ദാറ്റ് വാസ് നൈസ്. കുഴപ്പമില്ല, നമ്മൾ ഒരു പരിപാടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, മൊത്തത്തിലാകെ ഒരു ഓണമില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നിടത്തൊക്കെ നമുക്കൊരു ചെറിയൊരു പരിപാടി കിട്ടിയതിൽ സന്തോഷം അല്ലേ? അത്ര തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു. അതെങ്കിലും കഷ്ടപ്പെട്ട് ഇങ്ങനെ കോലം കെട്ടി പോന്നിട്ട് നല്ല ഫോട്ടോ എങ്കിലും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ക്യാമ്പസിൽ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച് റെസ്റ്റൊക്കെ ഒന്ന് മാറി പോന്നു. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ. ഞാൻ സത്യത്തിൽ വലിയൊരു വ്ളോഗ് കേൾക്കാരം കുറേ പരിപാടികൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു നമ്മള് ആ സമയത്തൊക്കെ ഇല്ല, നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് ഒരു ചെറിയ വ്ളോഗ് ആവാനാണ് ചാൻസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത എന്തെങ്കിലുമൊക്കെ ഇതേമാതിരി തട്ടിക്കൂട്ട് പരിപാടി ഞാൻ വീണ്ടും വരും. ഇതൊക്കെ എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ആളുകൾക്ക് അവർക്ക് അവരുടെ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാംസ്. പിന്നെ എല്ലാ ഫാമിലിയാണ് കേട്ടോ, ഇങ്ങനെ പരിപാടിന്റെ മുന്നിൽ പോയിരുന്നാണ് പാട്ട് കേൾക്കാൻ അത്ര താല്പര്യമില്ല. എന്നിട്ട് കാക്കു പിന്നെ എന്തിനാ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും പാട്ട് കേൾക്കാൻ പോയിരുന്നത്? ആ പാട്ട് കേൾക്കാൻ പോയതല്ലേ, പിന്നെ എന്തിനാ പോയത്? പായസം കുടിച്ചാൽ പോയത്. വരും, ഞാൻ അതൊന്നും കട്ട് ചെയ്യില്ല, ആകെ കുറച്ചുള്ളൂ. എന്നിട്ട് അതിൽ നിങ്ങളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും വന്നിങ്ങനെ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ടല്ലേ. പിന്നെ കോളേജിലേക്ക് വന്ന ഏതോ ഒരു പെണ്ണുണ്ട്, അതാരാ? ഇവിടുത്തെ ആളാണോ, കനേഡിയനാണോ? ആ പെണ്ണ് അടിപൊളിയാക്കണെന്ന് പറഞ്ഞ് ഓൽക്ക് നമ്മളെ സാരിയും തുണിയൊക്കെ കണ്ടിട്ടേ ഓൽക്ക് പരിചയമില്ലാത്ത പരിപാടി. എന്നിട്ട് ഞങ്ങളടുത്ത് അടിപൊളിയാക്കണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നല്ല സന്തോഷമായി, അപ്രിസിയേഷൻ കിട്ടിയപ്പോൾ. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലേ അത്. അപ്പം അത്രക്കുള്ളൂ. ചച്ച ബൈ. ചച്ച പറഞ്ഞോ കാക്കു? ബൈ ബൈ.